കാസർഗോഡ് ഡിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പാമ്പ് കടിയേറ്റ വാർത്തകൾ മാധ്യമങ്ങളിൽ നമുക്ക് ധാരാളം കാണുന്നുണ്ട്. പാമ്പ് കടിയേൽക്കുന്ന അവസ്ഥ കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാമ്പ് കടിയേറ്റ് മരണപ്പെടാനുണ്ടാകുന്ന സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് മെഡി ട്രാക്ക് ചർച്ച ചെയ്യുന്ന വിഷയം സ്നേക്ക് ബൈറ്റിനെ കുറിച്ചാണ്. സ്നേക്ക് ബൈറ്റ് ഉണ്ടായാൽ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ചികിത്സകൾ, നമ്മൾക്ക് ഏതൊക്കെ തരത്തിൽ പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം, ഈ വിഷയമാണ് ഇന്ന് മെഡി ട്രാക്ക് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് ഡിവിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം ഡോക്ടർ അരവിന്ദാണ്. സർ, വെൽക്കം. നമസ്കാരം. ഡോക്ടർ, ഇൻട്രോയിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇന്ന് മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ, നമ്മൾ പാമ്പ് കടിയേൽക്കുന്ന സാധാരണ ആളുകൾക്ക്, കുട്ടികൾക്ക്, മുതിർന്ന ആളുകളൊക്കെ പിന്നെ പാമ്പ് കടിയേൽക്കുന്ന അവസ്ഥയും പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്ന കേസസും കൂടി വരുന്നുണ്ട്. ഇപ്പം പ്രേക്ഷകർക്ക് പൊതുവേ നമ്മൾ പാമ്പ് എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് അല്പം പേടി ഉണ്ടാക്കുന്നൊരു രൂപമായിട്ടാണ് നമ്മൾ പാമ്പിനെ കാണുന്ന സമയത്ത് തന്നെ. അതോടൊപ്പം തന്നെ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ ഒരാൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരാം. ഒന്നാമത് എന്ന് പറയുന്നത്, ടോട്ടൽ പാമ്പ് കടി ഏറ്റ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാമ്പ് കടി മൂലമുണ്ടാകുന്ന മരണങ്ങളുടെ എണ്ണം കഴിഞ്ഞൊരു 8 വർഷത്തെ കണക്കുകൾ നോക്കിയാൽ കുറഞ്ഞു വരികയാണ്. ആക്ച്വലി കഴിഞ്ഞ വർഷം 2018-19 കാലഘട്ടത്തെക്കാളും കഴിഞ്ഞ വർഷം ഏതാണ്ട് 18 റിപ്പോർട്ടഡ് മരണങ്ങളേ ഉള്ളൂ എന്നാണ് ഞാൻ കടിയേൽക്കുന്ന എണ്ണം കുറവാണോ അല്ല മരണങ്ങളുടെ എണ്ണം കുറവാണ്. പക്ഷേ ഈ വർഷം നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ മാസം മാത്രം ഒരു 6-7 പേര് മരണപ്പെടാൻ കാരണമായി. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു ലൈക്ക് സൊസൈറ്റി കുറച്ച് പാനിക് ആവാൻ കാരണം അതുകൊണ്ടാണ്. അപ്പം പക്ഷേ അതിന് മുമ്പത്തെ 3 മാസങ്ങളിൽ ഏതാണ്ട് 4 മരണങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് കണക്കെടുത്ത് നോക്കേണ്ടി വരും. പക്ഷെ നോർമലി ഈ ഒരു സമയത്ത്, ഈ ഒരു സീസണിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ചൂട് കാലത്ത് പാമ്പ് കടി കൂടാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതുമൂലമുള്ള മരണങ്ങൾ കൂടും. അപ്പം ടോട്ടൽ നോക്കണമെങ്കിൽ ഈ വർഷം അവസാനം നമുക്ക് എത്ര പേരെ പാമ്പ് കടിച്ചു എന്നുള്ള ഡേറ്റ കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ലോങ് ടൈം ആയിട്ട് അത് കൂടുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയണമെങ്കിൽ അത് ചെയ്യേണ്ടി വരും. ഓക്കെ സർ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പം പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമത് തന്നെ പരിഭ്രമിക്കാതിരിക്കുക. കാരണം പലപ്പോഴും പരിഭ്രമിക്കുമ്പോഴും, ഒന്നാമെന്ന് വെച്ചാൽ 70% പാമ്പ് കടികളും വിഷമില്ലാത്തവയാണ്. അതുകൊണ്ട് നമ്മൾ അമിതമായി പരിഭ്രമിക്കാൻ പാടില്ല. പരിഭ്രമിച്ചാൽ തന്നെ നമ്മുടെ രക്തയോട്ടം കൂടുകയും അതുകൊണ്ട് തന്നെ വെനം കൂടുതൽ അബ്സോർബ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിഭ്രമിക്കാതിരിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമതായി, കടിച്ച ഭാഗം അനക്കാണ്ടിരിക്കുക. ചിലപ്പോൾ കയ്യിൽ കടിയേറ്റാൽ കൈ അനക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അനക്കാതിരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, ഒരു നീളമുള്ള വടിയോ അല്ലെങ്കിൽ ഒരു സ്കെയിലോ ഉപയോഗിച്ച് ആ ഭാഗം കെട്ടി വെക്കാവുന്നതാണ്. പക്ഷെ അതുപോലെ തന്നെ മുറുക്കി കെട്ടരുത്. ജസ്റ്റ് ഒരു വിരലിൽ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ കെട്ടാവുള്ളൂ. അല്ലെങ്കിൽ വളരെ ടൈറ്റ് ആയിട്ട് കെട്ടേണ്ട ആവശ്യം. അതിലോട്ട് ഞാൻ പിന്നീട് വരാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിൽ. അപ്പം ഇനി നിങ്ങൾ അത് അങ്ങനെ ഒന്നും കെട്ടിവെക്കാൻ താല്പര്യമില്ലെങ്കിൽ തന്നെ വെറുതെ വെച്ചിരുന്നാൽ മതി. അധികം അനക്കാണ്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ഉടനെ തന്നെ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് ASV അവൈലബിൾ ആയ, ആൻറ്റി സ്നേക്ക് വെനം അവൈലബിൾ ആയ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ പാമ്പ് കടിയേൽക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല, ഇപ്പോൾ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഡോക്ടർ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്ന, ചിലപ്പോൾ ഇപ്പം പ്രേക്ഷകരത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകും. ഇപ്പം ഉദാഹരണത്തിന് പിന്നെ നമ്മളിപ്പോൾ ഉറക്കത്തിൽ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്ക് കെട്ടാൻ ചിലപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചിലപ്പോൾ കടിയേൽക്കാവുന്നുമുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ കയ്യിലാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്കെയിൽ വെച്ച് കെട്ടാമെന്ന് പറഞ്ഞു. അതെല്ലാം നമുക്ക് കെട്ടാൻ സാധിക്കാത്തൊരു സ്ഥലത്താണ് പാമ്പ് കടിയേൽക്കുകയാണെങ്കിൽ പോലും അത്തരത്തിലൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? മെയിനായിട്ട് കടിച്ച ഭാഗം അനക്കാണ്ടിരിക്കാന്നേ ഉള്ളൂ. പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് തന്നെ ആന്റി സ്നേക്ക് വെനം അവൈലബിൾ ആയ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക. വളരെ പെട്ടെന്ന്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആന്റി സ്നേക്ക് വെനം ഉള്ള ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ എത്തിക്കാനുള്ള. ഡോക്ടർ, നമുക്കിപ്പോൾ പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സിംറ്റംസ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മൾ ചില ബൈറ്റ് മാർക്ക് പോലും ഉണ്ടാവില്ല. ചില പാമ്പ് കടിച്ച് നമുക്ക് ബൈറ്റ് മാർക്ക് പോലും ഉണ്ടാവില്ല. നമ്മൾ ആദ്യം ചിലപ്പോൾ റൂൾ ഔട്ട് ചെയ്യും, നമുക്കത് തേള് കുത്തിയതാണെന്നോ ഉറുമ്പ് കടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പല സാഹചര്യങ്ങളും നമുക്ക് നാട്ടിൻപുറത്തൊക്കെ കാണാറുണ്ടാകും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പാമ്പ് കടിയേറ്റിട്ടാണെങ്കിൽ അവർക്കുണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയായിരിക്കും?
ഓക്കെ, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പാമ്പുകൾ എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും 2 ഗണത്തിലുള്ള പാമ്പുകളാണ് നമുക്ക് കടിയേൽക്കാറ്. ഒന്നെന്ന് പറഞ്ഞാൽ ന്യൂറോടോക്സിക് അഥവാ നാഡീവ്യൂഹത്തെ അഫക്റ്റ് ചെയ്യുന്നതും, രണ്ടാമത് ഹീമോടോക്സിക് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ പെടുന്ന പാമ്പുകളാണ്. ഇതിന് നാഡീവ്യൂഹത്തെ അഫക്റ്റ് ചെയ്യുന്ന മെയിനായിട്ട് കോബ്ര അല്ലെങ്കിൽ നമ്മുടെ മൂർഖൻ പാമ്പ് അല്ലെങ്കിൽ ശംഖുവരെ അഥവാ ക്രേറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് നാഡീവ്യൂഹത്തെ അഫക്റ്റ് ചെയ്യുക. അതുപോലെ ബ്ലഡിനെ അഫക്റ്റ് ചെയ്യുന്നത് വൈപ്പർ വിഭാഗത്തിൽപ്പെട്ടത് റസൽസ് വൈപ്പർ അല്ലെങ്കിൽ സോസ്കെയിൽ വൈപ്പർ. ഇത് രണ്ടുമാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഹീമോടോക്സിക് സ്നേക്കുകൾ. അപ്പോൾ ഈ നാഡീവ്യൂഹത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെർവ്സ് വീക്കാവും. എന്ന് വെച്ചാൽ കണ്ണടഞ്ഞു പോവുക, ടോസിസ് എന്ന് പറയും. അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസം മുട്ട് വരിക, അല്ലെങ്കിൽ ഓവറോൾ വീക്ക്നെസ് വരിക. ഇതൊക്കെയാണ് നാഡീവ്യൂഹത്തെ അഫക്ട് ചെയ്താലുള്ള സിംറ്റംസ്. ഡോക്ടർ, ഇതൊക്കെ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ സിംറ്റം ആയിട്ട് വരുമോ? ഫോർ എക്സാമ്പിൾ അപ്രോക്സിമേറ്റ് എത്ര ടൈം, ഫോർ എക്സാമ്പിൾ ഒരു ക്രൈറ്റ് ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അപ്രോക്സിമേറ്റ് എത്ര സമയത്തിനുള്ളതാണ്? ഞാൻ പ്രത്യേകിച്ച് ശംഖുവരേനെ കുറിച്ച് ചോദിക്കാൻ കാരണം നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ കാണുന്നൊരു പാമ്പാണ്. രണ്ടാമത് പലപ്പോഴും പല രീതിയിൽ നമുക്ക് വായിച്ചൊക്കെ അറിവുണ്ടാകും. അതിൻ്റെ ബൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ബൈറ്റ് എന്നാണ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ബൈറ്റ് മാർക്ക് നമ്മൾ കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവിടെ ഒരു അത് നമുക്ക് പാമ്പ് കടിയേറ്റതല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യണമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമുക്കുണ്ടാകുന്ന സിംറ്റംസ് ഉണ്ടല്ലോ, നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന സിംറ്റംസ്, അത് എത്ര സമയത്തിനുള്ളിൽ ഒരു പേഷ്യൻറ്റിന് അറിയാൻ പറ്റും അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും? പൊതുവേ ഇപ്പം വെനമുള്ളൊരു ബൈറ്റ് ആണെങ്കിൽ കോബ്രേൻ്റെ ഒക്കെ ബൈറ്റ് വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യും. കടിച്ച് വളരെ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ, ചിലപ്പം മണിക്കൂറുകൾക്കുള്ളിൽ, അത്രയും സമയം പോലും എടുക്കില്ല, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചിലപ്പോൾ സിംറ്റംസ് വരാം. പക്ഷേ ക്രേറ്റിന് ഈ പറഞ്ഞ ശരിയാണ്. എന്ന് വെച്ചാൽ ക്രേറ്റിൻ്റെ ബൈറ്റിന് ചില സമയത്ത് ഡിലേഡ് ആയിട്ട് സിംറ്റം വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സസ്പെക്റ്റഡ് ബൈറ്റുള്ള പേഷ്യൻറ്റിനെ പലപ്പോഴും ഹോസ്പിറ്റലിൽ ഒബ്സർവേഷൻ വെക്കാൻ പറയുന്നത്. കാരണം ചിലപ്പം മാത്രമല്ല, ക്രേറ്റ് കടിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് സിംറ്റംസ് ഉണ്ടാവില്ല, ലോക്കലായിട്ടുള്ള റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അണലി ഇപ്പോൾ കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലോക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അതുപോലെ ചിലപ്പോൾ ക്രേറ്റിന് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സസ്പെക്റ്റഡ് ബൈറ്റ് ആണെങ്കിൽ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ ഒബ്സർവേഷൻ ഇരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഡിലേഡ് ആയിട്ടും സിംറ്റംസ് വരാം. ഓക്കെ, ഡോക്ടർ ഇപ്പം പറഞ്ഞൊരു കാര്യത്തിൽ നിന്നുണ്ടാകുന്നൊരു സംശയം എന്ന് പറയുന്നത്, നമ്മളൊരു സസ്പെക്റ്റഡ് കേസായിട്ട് ഒരു എമർജൻസി ആയിട്ട് വന്നു കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനെ അവർ എത്ര ടൈം അങ്ങനെ വെക്കും? കാരണം ആ സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു പോയ്സണസ് സ്നേക്ക്, അത് പോയ്സണുള്ളൊരു സ്നേക്കാണ് ബൈറ്റെങ്കിൽ പോലും അവർ ഈ പറയുന്ന പോലെ സസ്പെക്റ്റഡ് കേസായിട്ട് എത്ര ടൈം വെക്കുന്ന സമയത്ത് അതൊരു ക്രിട്ടിക്കൽ ടൈം ആയിരിക്കില്ലേ? അതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പലപ്പോഴും ആൻറ്റി സ്നേക്ക് വെനം നമ്മൾ ഡയറക്റ്റായിട്ട് എല്ലാ പേഷ്യൻസിനും എടുത്ത് കൊടുക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്ക പോയ്സൺ ബൈറ്റുകളും ചിലപ്പം ഡ്രൈ ബൈറ്റുകളാണ്, അല്ലെങ്കിൽ വിഷമില്ലാത്ത പാമ്പുകളായിരിക്കും കടിച്ചിട്ടുണ്ടാവുക. അപ്പം പേഷ്യൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച ശേഷം അവരുടെ ബ്ലഡ് പാരാമീറ്റേഴ്സും മാത്രമല്ല അവരുടെ ക്ലിനിക്കൽ സിംറ്റംസും നോക്കിയിട്ടാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടോ തീരുമാനിക്കുന്നത്. കാരണം ആൻറ്റിബയോട്ടിക്കിന് അതിൻ്റെതായ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും, കാരണം അതൊരു ഡ്രഗ് ആണല്ലോ. അപ്പം നമ്മൾ നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം സസ്പെക്റ്റഡ് ബൈറ്റായ പേഷ്യൻറ്റിനെ ഒരു 24 മണിക്കൂറെങ്കിലും നമ്മൾ ഒബ്സർവേഷൻ പൊതുവെ വെക്കാറുണ്ട്. ക്രേറ്റിൻ്റെ ബൈറ്റ് ചിലപ്പോൾ അതിന് ശേഷവും സിംറ്റംസ് 36 മണിക്കൂർ കഴിഞ്ഞിട്ടും സിംറ്റംസ് ഓൺ ചെയ്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആഫ്റ്റർ 36 അവേഴ്സ് എന്ന് പറയുന്നില്ല ഡോക്ടർ, അതിൻ്റെ ഗോൾഡൻ അവേഴ്സ് എന്ന് പറഞ്ഞാൽ പാസ് ഔട്ട്, അത് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം സിംറ്റംസ് എറൈസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഒരു ട്രീറ്റ്മെൻറ്റ് നൽകുന്നത്? ഇപ്പം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം നമുക്ക് അവൈലബിൾ ഉള്ളത് പോളിവാലന്റ് ആൻറ്റി സ്നേക്ക് വെനം എന്ന സാധനമാണ്. അത് മെയിനായിട്ട് 4 പാമ്പുകൾക്കാണ് അതിന് മെയിനായിട്ട് ഇതുള്ളത്. അതൊന്ന് വെച്ചാൽ കോബ്ര, നേരത്തെ പറഞ്ഞ കോബ്ര, ക്രേറ്റ്, റസൽസ് വൈപ്പർ, സോസ്കെയിൽ വൈപ്പർ. ഈ 4 പാമ്പുകളുടെ വിഷത്തിനെതിരെയുള്ള ആൻറ്റി സ്നേക്ക് വെനമാണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം പാമ്പ് കടിച്ച ഒരാൾക്ക് എൻവെനമേഷൻ സയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കും. ഡോക്ടർ, നമ്മളിപ്പം വിഷമുള്ള പാമ്പുണ്ടല്ലോ, കേരളത്തിൽ പ്രധാനമായിട്ട് കാണുന്ന വിഷമുള്ള പാമ്പ് എന്നത് നേരത്തെ ഇപ്പോൾ സാറ് സൂചിപ്പിച്ച 4 തരത്തിലുള്ള പാമ്പുകളാണ്. ഡോക്ടർ, നമുക്കറിയാം ചിലപ്പോൾ ചില ആളുകൾ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്കായി കടിച്ച പാമ്പിനെ തിരയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. കാരണം ചില തെറ്റിദ്ധാരണകളുണ്ടായി. ഈ പാമ്പ് ഏതാണെന്ന് ഡോക്ടർക്ക് കാണിച്ചു കൊടുത്താൽ അതിന് യുക്തമായ ഒരു ആൻറ്റിവെനം കൊടുക്കുന്നില്ല. അങ്ങനെയില്ലല്ലോ, ഈ 4 കോമൺ ആയിട്ടുള്ള ആൻറ്റിവെനം കൊടുക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് എന്നത് അങ്ങനെയല്ലേ? ട്രീറ്റ്മെൻറ്റ് എന്നത് ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന് വെച്ചാൽ വിഷപ്പാമ്പുകൾ നമുക്ക് ആൻറ്റിവെനം അവൈലബിൾ ആയതാണ് ഈ 4 പാമ്പുകൾ എന്ന് പറയുന്നത്. അഥവാ അണലി അല്ലെങ്കിൽ ചേനത്തണ്ടെന്ന് വിളിക്കുന്ന റസൽസ് വൈപ്പർ, പിന്നെ ചുരുട്ടമണ്ഡലി എന്ന് പറയുന്ന സോസ്കെയിൽഡ് വൈപ്പർ, കോബ്ര, ക്രേറ്റ്. ഈ 4 ആൻറ്റിവെനമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്ക് ഇതല്ലാണ്ട് തന്നെ ഇപ്പം നമ്മൾ മലബാർ റീജിയനിലൊക്കെ മലബാർ പിറ്റ് വൈപ്പർ എന്ന് പറഞ്ഞ അണലി വിഭാഗത്തിൽപ്പെട്ട തന്നെയാണ്. അതല്ലാണ്ട് ഹംനോസ്റ്റ്
പിറ്റ് പൈപ്പ് കുഴിമണ്ഡലി എന്ന് പറയും. ഇതിന് രണ്ടിനുള്ള ആന്റിവെനം നമുക്ക് അവൈലബിൾ അല്ല. അപ്പം നമ്മൾ സിംറ്റംസ് നോക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടി വരിക പലപ്പോഴും. അത് കൂടാണ്ട് തന്നെ ഈ കടിച്ചു പാമ്പിന് ഒരിക്കലും തേടിപ്പിടിച്ച് കൊണ്ടുവരേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല. കാരണം അത് സ്നേക്ക് ഒന്നാമതെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ പുറകെ പോയാൽ നമ്മുടെ ജീവനം അപകടത്തിലാവും. രണ്ടാമത് അത് പ്രൊഫഷണൽ ആയിട്ടുള്ള സ്നേക്ക് ക്യാച്ചേഴ്സിനോ അവരെയൊക്കെ ഇൻഫോം ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം അതെന്തുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു പോളിവാലന്റ് ആന്റി സ്നേക്ക് വരമാണ്. അപ്പം നമ്മൾ ഏത് പാമ്പ് കടിച്ചാലും ഇത് തന്നെയാണ്. കണ്ടാലും ഇല്ലെങ്കിൽ പോലും ഈ ഒരു ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ഒന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിന്റെ വല്ല തിരിച്ചറിയാനുള്ള വല്ല ഇത് നോക്കി വെച്ചാൽ നല്ലത്. ഇല്ലെങ്കിൽ ഒരു ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിലോട്ട് വന്നാൽ മതി. സിംറ്റംസ് നോക്കിയിട്ട് അതേപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ആന്റി സ്നേക്ക് വെനം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. ഡോക്ടർ, നമ്മൾ ഈ പ്രോഗ്രാം അതായത് നമ്മൾ ആദ്യഘട്ടത്തിൽ പറയുകയുണ്ടായി, നമ്മൾ പാമ്പ് കടിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറയുകയുണ്ടായി, കിട്ടുന്നത് ഉൾപ്പെടെയുള്ള. പക്ഷേ അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ചില ആളുകൾ പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ആ പാമ്പ് കടി ഏറ്റ ഭാഗത്ത് ചിലപ്പോൾ കരിച്ച് കളയാനോ അല്ലെങ്കിൽ അവിടെ ആ ബ്ലഡ് സക്ക് ചെയ്യുന്ന അങ്ങനെയൊക്കെ രീതിയിൽ, ബ്ലഡല്ല അവരെ യഥാർത്ഥം പറയുന്ന ആ പാമ്പിൻ്റെ വിഷം ഇങ്ങനെ ഊറ്റിയെടുക്കുന്ന സമ്പ്രദായം അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ സയൻറ്റിഫിക്കലി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിക്കലി സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണോ? ഒരിക്കലും അല്ല. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. ഒന്നെന്ന് വെച്ചാൽ ഒരിക്കലും കടിച്ചതിൻ്റെ മുകളിൽ ആൾക്കാർ കെട്ടി വെക്കാറുണ്ട്. അതൊരിക്കലും അങ്ങനെ മുറുക്കിയിട്ട് കെട്ടരുത്. കാരണം അങ്ങനെ കെട്ടിയാൽ ഒന്നെന്ന് വെച്ചാൽ താഴേക്കുള്ള ബ്ലഡ് സപ്ലൈ കിട്ടില്ല. അപ്പം താഴത്തെ ഭാഗത്തേക്ക് രക്തസഞ്ചാരം നിരക്ക് ആ ഭാഗം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ലാണ്ട് വിഷം ആ സ്ഥലത്ത് തന്നെ കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുമൂലം ആ ഭാഗത്ത് വളരെ സിവിയർ ആയിട്ടുള്ള ലോക്കൽ റിയാക്ഷൻ എന്ന് പറയും. ആ ഏരിയ മൊത്തം ബ്ലഡ് വെനം വ്യാപിച്ചിട്ട് ആ ഒരു ഏരിയ മൊത്തം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മുറുക്കി കെട്ടരുത്. ഇനി കെട്ടിയാൽ തന്നെ ഒരു വിരലൊക്കെ പോകാൻ പറ്റുന്ന, പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ മാത്രമേ ആ കെട്ടിയതിൻ്റെ അടിയിലൂടെ ഒരു വിരല് പോകാൻ പറ്റുന്ന അത്രയും ലൂസായിട്ട് വേണം കെട്ടാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കെട്ടിവെക്കാൻ ഉദ്ദേശിച്ചത് നമ്മൾ കൈ ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ കൈ അനക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വടിയോ അല്ലെങ്കിൽ നീണ്ട എന്തെങ്കിലും വെച്ച് കെട്ടിവെക്കുന്നതിനെ കുറിച്ചാണ്. രണ്ടാമത്തെന്ന് വെച്ചാൽ ആ കടിച്ച മുറിവിൽ ഒരിക്കലും എന്തെങ്കിലും കത്തി വെച്ച് മുറിച്ച് രക്തം ഒഴുക്കി കളയാനോ അല്ലെങ്കിൽ അത് കടിച്ചിട്ട് ആ രക്തം വലിച്ചെടുക്കാനോ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കെമിക്കൽസ് ഇതൊന്നും പുരട്ടാൻ പാടില്ല. ഒന്നെന്ന് വെച്ചാൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ നയിക്കുകയുള്ളൂ. രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ ഈ അണലി പോലത്തെ വിഭാഗത്തിൽപ്പെട്ടത് ഹീമോടോക്സിക് ആണ്. എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കുന്നത് കുറയ്ക്കുകയും രക്തം വാർന്നു പോകാനുള്ള സാധ്യതയുണ്ട് ആ മുറിവിലൂടെ. അതുകൊണ്ട് അവിടെ ഒന്നും നമ്മളൊന്നും ചെയ്യാൻ ശ്രമിക്കരുത്. ചിലപ്പോൾ ഇങ്ങനെ ചെയ്ത് കൂടുതൽ ഡേഞ്ചറസ് ആയ ഒരു അവസ്ഥയിലേക്ക്, അതെ, കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് അത് നയിക്കുക മാത്രമേ ഉള്ളൂ. ഓക്കെ. ഡോക്ടർ, നമ്മൾ ആൻറ്റിവെനം കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് ചില സൈഡ് എഫക്റ്റ് എന്ന് പറയാൻ ഏതെങ്കിലും തരത്തിലുണ്ടാവും ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം? ആൻറ്റിവെനത്തിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. ആൻറ്റിവെനത്തിന് പലപ്പോഴും ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന അലർജിക് റിയാക്ഷൻ വരാം പേഷ്യൻറ്റിന് ആൻറ്റിവെനത്തിന്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാ പേഷ്യൻസിലും ആൻറ്റിവെനം കൊടുക്കാത്തത്. കാരണം നമ്മൾ എന്തെങ്കിലും പാമ്പ് കടിച്ച എൻവെനമേഷൻ എന്ന് പറയും, അതിൻ്റെ സയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പലപ്പോഴും ആൻറ്റിവെനം സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. ഓക്കെ. ഈ ആൻറ്റിവെനം അത് എത്ര ഡോസാണ് ഡോക്ടർ സാധാരണ എങ്ങനെ അത് കൊടുക്കുന്നത്? ഇപ്പം നമ്മളിപ്പോൾ ഒരു നോർമൽ സെറ്റപ്പിൽ പോയി കഴിയുമ്പം എൻവെനമേഷൻ സയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 10 വയൽ ആൻറ്റിവെനം ഡയറക്റ്റായിട്ട് കൊടുക്കും ആദ്യം. എന്നിട്ട് ഫർദർ പേഷ്യൻറ്റിൻ്റെ എങ്ങനെയാണ് സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് നമ്മൾ വീണ്ടും കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക. ഫർദർ ചിലപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. 20 30 വയലുകളും കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അതിലും കൂടുതൽ കൊടുക്കേണ്ടി വരേണ്ട അവസ്ഥ വരാറുണ്ട്. സാധാരണ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ചില ആളുകൾ കൂടുതൽ ദിവസം ഹോസ്പിറ്റലൈസേഷൻ ആവുന്ന, ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും വരുന്നത്? ഇത് പലപ്പോഴും സംഭവിക്കുക വെച്ചാൽ പാമ്പ് കടിച്ചിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കാരണം ഹോസ്പിറ്റൽ സ്റ്റേ ഒരുപാട് നീളാൻ സാധ്യതയുണ്ട്. ഇപ്പം അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായ ലോക്കൽ റിയാക്ഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ ആ കാലിൽ ഭയങ്കര നീര് വെക്കുകയും അവിടെ ഗാംഗ്രീൻ പോലെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം ചിലപ്പം അതിന് വേണ്ടിയിട്ട് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അത് കൂടാണ്ട് കിഡ്നി അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ പേഷ്യൻറ്റിന് ഡയാലിസിസ് വേണ്ടി വരും. ചിലപ്പം അത് ചിലപ്പം 1-2 മാസം വരെ നീണ്ടു നിൽക്കുന്ന അവസ്ഥയും വരാം. അതേപോലെ തന്നെ ചിലപ്പം കോബ്ര കടിച്ച ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ട് പേഷ്യൻറ്റ് വേണ്ടി വരും. കാരണം ശ്വസിക്കാൻ പറ്റാണ്ട് വെന്റിലേറ്ററിലോട്ട് ആക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ്. അപ്പോൾ വീണ്ടും പേഷ്യൻറ്റ് കുറേ ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട അവസ്ഥയിലോട്ടൊക്കെ ചിലപ്പോൾ പോകാറുണ്ട്. പക്ഷേ ഡോക്ടർ, നമുക്ക് നാട്ടുമ്പുറത്തൊക്കെ കാണാറുണ്ട് ഈ അണലി കടിയേറ്റ ചില റെയർ കേസസ് ഉണ്ടാകുന്നുണ്ട്. ഒരു പെർമനൻറ്റ് ഡാമേജ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കടിയേറ്റ ഭാഗം ആഫ്റ്റർ 1 ഇയർ വീണ്ടും ആ ഭാഗത്ത് സ്വെല്ലിങ്ങോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അങ്ങനൊരു സാഹചര്യം എന്തുകൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്? ഇപ്പം അണലി കടിച്ച
ഇപ്പോൾ കിഡ്നിക്ക് വല്ലതും പ്രശ്നം വരികയാണെങ്കിൽ പൊതുവേ ആ കിഡ്നി ലോങ് ടേം ഉള്ള കിഡ്നി ഡാമേജ് ഉണ്ടാവാറില്ല. കുറച്ച് സൈക്കിൾ ഡയാലിസിസ് പേഷ്യന്റിന് വേണ്ടി വരും, അതിനുശേഷം കിഡ്നി ഫംഗ്ഷൻ നോർമലിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ കാലിന് മുറിവ് അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഇൻഫെക്ഷൻ കൂടാനും അതുമൂലം അവിടെ ചിലപ്പം അവർക്ക് ആ ഇൻഫെക്റ്റഡ് ആയ ഭാഗം എടുത്തു കളയാനും പിന്നീട് അതിന്റെ മുകളിൽ ലൈക്ക് അവിടെ രക്തം മര്യാദക്ക് എത്തിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ വേറൊരു സ്കിൻ ഗ്രാഫ്റ്റ് വെക്കണം, ഇങ്ങനെ പല കോംപ്ലിക്കേഷനിലേക്കും കാരണം ചിലപ്പം മുറിവ് ഉണങ്ങാതെ നിൽക്കാനും അതിനൊക്കെ സാധ്യത ഉണ്ട്. പലപ്പോഴും ചിലപ്പോൾ ലോങ് ടൈം സമയം വേണ്ടി വരും പേഷ്യൻ്റ്. ഓക്കെ. സി ഡോക്ടർ, നമ്മളിപ്പം പ്രേക്ഷകരോട് ഇപ്പം പറഞ്ഞതൊക്കെ പാമ്പ് കടി ഏറ്റാൽ ഇമ്മീഡിയറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൻ്റെ പിന്നെ ഏതൊക്കെ റിയാക്ഷൻസ് വരുന്നത്, സിംറ്റംസ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ വിവിധ ഘട്ടങ്ങളൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് അതിനപ്പുറത്ത് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ചെയ്യുന്നതല്ലോ, പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ നമ്മൾ വർക്ക് പ്ലേസിലും അല്ലെങ്കിൽ ഈവൻ വീടുകളിലൊക്കെ നമ്മൾ എന്താ പ്രാഥമികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാമ്പ് കടി പലപ്പോഴും ഇപ്പം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ചൂടുകാലമാണ്. അപ്പോൾ പാമ്പുകൾ പലപ്പോഴും പുറത്ത് ഇറങ്ങി പാമ്പുകൾ അവരുടെ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും കടി കേൾക്കാനുള്ള മനുഷ്യരുടെ സമ്പർക്കം കൂടുന്നതുകൊണ്ടാണ് കടികൾ ഏൽക്കാനുള്ള സാധ്യത കൂടുന്നത്. അപ്പം പാമ്പിന് ഇരിക്കാൻ ഉള്ള സാഹചര്യം നമ്മുടെ വീടിനകത്ത് ഉണ്ടാക്കാതിരുന്നാൽ മതി. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ കിച്ചണിന്റെ അടിയിലൊക്കെ ഒരുപാട് പാത്രങ്ങളൊക്കെ കൂട്ടിയിടുന്ന പോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്, അതൊക്കെ ഒഴിവാക്കണം. കട്ടിലിന്റെ അടിയിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കുത്തി നിറക്കുന്ന പോലെ കാര്യങ്ങൾ ഒഴിവാക്കുക, ഇല്ലെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. മൂന്നാമത്തെന്ന് വെച്ചാൽ ഈ ക്രേറ്റ് പോലത്തെ പാമ്പുകളൊക്കെ പലപ്പോഴും രാത്രിയാണ് കടിക്കാറ്. അപ്പം രാത്രി കാലങ്ങളിൽ നമ്മൾ നിലത്തൊക്കെ കിടന്ന് ഉറങ്ങുന്നതൊക്കെ ഒഴിവാക്കണം. കാരണം അപ്പോഴാണ് പലപ്പോഴും ആൾക്കാർക്ക് കടി കിട്ടാറും പിന്നെ ചില സമയത്ത് ക്രേറ്റിന്റെ കടികൾക്ക് അങ്ങനെ ലോക്കലായിട്ട് അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് അറിയാണ്ട് പോകാനും വഴിയുണ്ട്. അതുകൊണ്ട് നിലത്തൊക്കെ കിടന്ന് ഉറങ്ങുന്നൊക്കെ ഒഴിവാക്കുക. നാലാമത് ഒന്ന് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ വീടിന്റെ പുറത്തുള്ള മാളങ്ങളും അതൊക്കെ മൂടുക. അത് കൂടാണ്ട് എലിശല്യം ഒഴിവാക്കുക. വീട്ടിലെ എലിശല്യം ഒഴിവാക്കിയാൽ തന്നെ ഒരുപാട് പാമ്പുകൾ വീട്ടിലേക്ക് കയറുന്നൊക്കെ നിൽക്കും. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സി ഡോക്ടർ, നമ്മളിപ്പം മുതിർന്ന ആളുകളെ പാമ്പ് കടിച്ചാലും അല്ലെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ ചിലപ്പോൾ കുട്ടികളെ പാമ്പ് കടി ഏൽക്കുന്നുണ്ടല്ലോ, ഈ കുട്ടികളെ പാമ്പ് കടിയായിട്ട് കഴിഞ്ഞാൽ അതൊരു ഹൈ റിസ്ക് കാറ്റഗറി ആയിട്ട് വരുന്നുണ്ടോ? ഹൈ റിസ്ക് കാറ്റഗറി ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്കും അഡൽട്ട് ആയാലും പാമ്പ് കടിക്കുമ്പം ഒരു കടിയിൽ അകത്തോട്ട് കയറുന്ന വിഷം സെയിം ആണല്ലോ. അപ്പം കുട്ടികളിൽ ടോട്ടൽ ശരീരം ചെറിയതായത് കൊണ്ട് ആ വിഷം കൂടുതൽ വ്യാപിക്കാനും അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായി നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വ്യത്യാസമില്ല, കാരണം സെയിം ആണ്. ആന്റിവൈറസിന്റെ ഡോസ് അഡൽട്സിലായാലും കുട്ടികളിലായാലും സെയിം ആണ്, അതിന് വ്യത്യാസമില്ല. കാരണം ഇങ്ങനെ കടിക്കുന്ന പാമ്പിന് അറിയില്ലല്ലോ ചെറിയൊരു വ്യക്തിയാണോ വലിയ ആളാണോ. പക്ഷെ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് റിസ്ക് കൂടുതലുണ്ട്. സി ഡോക്ടർ, നമ്മൾ പാമ്പ് കടിയേറ്റാൽ പൊതുവേ മനുഷ്യന്മാർ പാനിക്കാവും. പിന്നെ അടുത്ത ഘട്ടമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നല്ലേ. നമ്മൾ ആ പാനിക്കായ സിറ്റുവേഷനിൽ നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ ആരെ വിളിക്കണം, എങ്ങനെ ഇത് എത്തിച്ചേരണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണമല്ലോ. ആ ഒരു പാനിക് സിറ്റുവേഷനിൽ നമ്മൾ ഇമ്മീഡിയറ്റ് നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളെന്ന് ഡോക്ടർ പറഞ്ഞു. നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പാമ്പ് കടിച്ചാൽ നമ്മൾ ആരെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഒന്നെന്ന് വെച്ചാൽ ഗവൺമെൻറ് തന്നെ പറഞ്ഞിരിക്കുന്നത് 108 ആംബുലൻസ് നമ്പറാണ്. അപ്പോൾ 108 വിളിക്കുകയാണെങ്കിൽ അവർ തന്നെ വന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്യുകയും ഏറ്റവും അടുത്ത് ASP അവൈലബിൾ ആയ ഹോസ്പിറ്റൽ നിങ്ങൾ എത്തിക്കുകയും ചെയ്യും. അതല്ലാണ്ട് തന്നെ നമുക്കിപ്പം ഗവൺമെൻറ്റിന് സർപ്പ ആപ്പ് ഉണ്ട്, അതേപോലെ തന്നെ സ്നേക്ക് പീഡിയ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഇതിനകത്തൊക്കെ എല്ലാ സ്നേക്ക് ക്യാച്ചേഴ്സിൻ്റെ നമ്പേഴ്സും വോളണ്ടിയേഴ്സിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ട് ASP അവൈലബിൾ ആയ ഹോസ്പിറ്റൽ നമ്പറൊക്കെ ഇതിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇനി ആ ഹോസ്പിറ്റലിൽ പക്ഷേ ഒന്ന് വിളിച്ച് ചോദിക്കുക ASP അപ്പോൾ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് വേണം ഹോസ്പിറ്റലിലോട്ട് പോകാൻ. കാസർഗോഡ് വിഷൻ്റെ മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പാമ്പ് കടിയേറ്റാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൻ്റെ പാമ്പ് കടിയേറ്റാൽ കാണുന്ന സിംറ്റംസ്, പിന്നീട് നമ്മൾ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ്, ഈ വിഷയമാണ് ഇന്ന് വളരെ വിശദമായിട്ട് കാസർഗോഡ് വിഷൻ്റെ മെഡിട്രാക്കിൽ കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിനിലെ ഡോക്ടർ അരവിന്ദ് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.